കുടലും പിടിച്ചോണ്ട് ഈ ചിരിച്ചോണ്ട് അടുക്കളയിൽ നിൽക്കുന്നതേ ഈ സാധനം ഇവിടെ ഒട്ടിക്കാനാണ്. അത് കുടലല്ല, അതിനകത്തൊരു സ്റ്റിക്കർ ഉണ്ട്. നമ്മുടെ ഇസക്കുട്ടനെ പോലത്തെ ഒരു സ്റ്റിക്കറാണ് അതിലുള്ളത്. ഞാൻ തുറന്ന് കാണിച്ചു തരാവേ. കൂടെ എന്റെ അസിസ്റ്റന്റ് പാത്തും ഉണ്ട്. തുറന്നപ്പോ ഇതാണ് കേട്ടോ, നല്ല അടിപൊളി ഒരു പെയിന്റിംഗ് പോലത്തെ ഒരു ഒട്ടിപ്പ് സാധനമാണ്. ഇതിന് ബബിൾ ഇല്ലാതെ ഒട്ടിക്കണം എന്നുള്ളതാണ് എന്റെ ടാസ്ക്. ഞാനിവിടെ ഗ്യാസ് സ്റ്റവ് വെക്കുന്ന ഭാഗത്ത് ഒട്ടിക്കാന്ന് വിചാരിക്കുവാണേ. ഇത് അവിടെയാണ് ഒട്ടിക്കുന്നത്. ഞാനൊന്ന് ഇളക്കി നോക്കിയപ്പോഴേ എനിക്കൊരു ഡൗട്ട് അത് കീറി വരുമോ എന്നുള്ളത്. അപ്പൊ ഞാൻ അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പേപ്പർ ഉണ്ടായിരുന്നേ, അതെടുത്ത് വായിച്ചു നോക്കുവാണേ. സംഭവം വേറൊന്നുമല്ല, ജസ്റ്റ് അത് നല്ല വൃത്തി കീറാതെ ഒന്ന് ഇളക്കി എടുക്കണം. അങ്ങനെ സംഭവം ഇളവി വന്നിട്ട് അതിന്റെ സന്തോഷമാണ് എനിക്കുള്ളത്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഇത് ഇവന് വേണ്ടി എടുത്ത വീടായതുകൊണ്ട് ഇവന്റെ പിക്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഒട്ടിച്ച് അടുക്കള ഒന്ന് കിച്ചൺ ഒന്ന് അങ്ങനെ ഒരു നമ്മുടെ ഇസക്കുട്ടന്റെ കിച്ചൺ ആയിട്ട് റെഡി ആക്കണമെന്നുള്ള അതിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണ് ഇത് ഞാൻ ഇവിടെ ഒട്ടിക്കുവാണ്. ഇനി ഇതുപോലത്തെ സാധനങ്ങൾ ഞാൻ മേടിക്കണം എന്ന് വിചാരിക്കുന്നു. ഇത് ആദ്യം ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചേ. അങ്ങനെ സൂപ്പറായിട്ട് ഞാൻ എടുത്ത് ചുമരി ഒട്ടിച്ചപ്പോ ഇതാണ് കേട്ടോ, അടിപൊളിയായിട്ട് ഒട്ടിയെ. ഞാൻ വിചാരിച്ചാലും പെട്ടെന്ന് നല്ല രസമായിട്ട് ബബിളില്ലാതെ ഒട്ടി വന്നേ. ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ആഗ്രഹിച്ചതുപോലെ ഉണ്ട്, മനസ്സിൽ എങ്ങനെയുണ്ട് അതുപോലെ ഉണ്ട്. പാത്തുവിനെ കാണിച്ചപ്പോ പാത്തുവിന് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ, ബൈ.